എന്തു തോന്നുന്നു? കഷ്ടമാണ് വല്യേട്ടാ, കഷ്ടമാണ്. നാട്ടിലും വീട്ടിലൊക്കെ ആളുകളുടെ വിചാരം വലിയ കോടീശ്വരനാണ്. നാട്ടിൽ അമ്പലക്കുളം വെട്ടാൻ സംഭാവന, കൊടിമരം കെട്ടാൻ ലക്ഷങ്ങള്, കട്ടും പിടിച്ചു പറിച്ചും ജീവിക്കുന്ന പെരും കള്ളന്മാരുടെ നേതാവാണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നത്. കള്ളനാകുന്നവർക്ക് ഇക്കാലത്ത് എളുപ്പം കോടീശ്വരനാകാൻ പറ്റൂ. എടകുട്ട, നീ തീഹാർ ജയിലിൽ ചെന്ന് നോക്ക്. രാജ്യം മുഴുവൻ ആരാധിക്കുന്ന കോടീശ്വരനെയൊക്കെ അതിനകത്ത് കാണാം. നാടിന് വെട്ടിച്ച് 1000 കോടി 5000 കോടിയൊക്കെ ഒരുമിച്ച് വിഴുങ്ങുന്നതൊക്കെ വെറും കുംഭകോണം, അഴിമതി. നമ്മൾ എന്തെങ്കിലും നക്കാപ്പിച്ച അടിച്ചു മാറ്റിയാൽ അത് പോക്കറ്റടി, പിടിച്ചുപറിയും, മോഷണം. നീ സിറ്റിയിലോട്ട് വന്നത് വലിയേട്ടനെ കാണാനുള്ള മോഹം കൊണ്ടൊന്നും അല്ലല്ലോ. എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ നിനക്ക് കിട്ടണം. അപ്പൊ നിനക്കും ആശ കാശിനോടാണ്. ഒരു കയ്യിൽ സ്നേഹവും മറുകയിൽ 10 ലക്ഷം രൂപയും വെച്ച് നീട്ടിയാൽ നീ എതെടുക്കും? പറ. വഴി വിട്ട രീതിയിൽ ജീവിക്കുന്ന നിനക്കൊക്കെ പറയാൻ പല ന്യായങ്ങളുണ്ടാവും. അന്യന്റെ കാശ് കൊണ്ട് ജീവിക്കാൻ നാണോല്ലടാ നിനക്കൊക്കെ. നിനക്കത് മനസ്സിലാകണമെങ്കിൽ നീ ഗീത പഠിക്കണം. ഗീത നമ്മുടെ കട്ടപ്പല്ല ഗീതല്ലേ? നിന്റെ കുടുംബക്കാരെ കുറിച്ച് ചോദിച്ചില്ല. എടാ, ഇത് യഥാർത്ഥ ഗീത, ഭഗവത്ഗീത. കേട്ടിട്ടില്ലേ? ശ്ലോകം ഞാൻ പറഞ്ഞുതരാം. യഥാ യഥാ ഹി ധർമ്മസ്യ. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിയുടെ തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. നീ നേടിയത് വല്ലതും നീ കൊണ്ടുവന്നതാണോ? ഇന്നലെ വേറൊരാളുടെ കയ്യിൽ, ഇന്ന് നമ്മുടെ കയ്യിൽ, നാളെ മറ്റൊരുത്തിന്റെ. എടാ, അർത്ഥം മനസ്സിലായല്ലോ. എടാ, എന്നോടൊപ്പം നിന്നാൽ 10 ദിവസം കൊണ്ട് 10 കോടി ഉണ്ടാക്കി തരാൻ ഞാൻ നിനക്ക്. കാശല്ലേ എനിക്കും വേണ്ട. എന്നാ റിസർവ് ബാങ്കിൽ നിന്ന് കുറച്ച് നോട്ടടിച്ച് തരാടേ. നോക്ക്, നിനക്ക് സുന്ദരമായ ഒരു മുഖമുണ്ട്, താഴോട്ട് നല്ല ഏരിയയും ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഞാനത് ക്യാഷ് ആക്കി തരാം. ഒരു കള്ളന്റെ ഏറ്റവും വലിയ ശാപം അവന്റെ രൂപമാണ്. വളരെ ശരിയാണ്. ഈ പിത്തക്കാടികളൊക്കെ മുഖം കണ്ടോ? ചൊറിയണം പറ്റി അടിക്കാൻ തോന്നും. മുഖത്തുണ്ട് കള്ള ലക്ഷണം. പക്ഷെ നിന്റേത് അങ്ങനെയല്ല, സുന്ദരമായ മുഖമല്ലേ. നീ ഒന്നുകൂടി സ്റ്റൈലിഷ് ആയാൽ കള്ളന്മാരുടെ കിങ്ങാവാം. എടാ, നിന്നെ ആരെങ്കിലും കള്ളനെന്ന് വിളിച്ചാൽ വിളിക്കുന്നവനെ ജനം തല്ലിക്കൊല്ലും. വലിയ ഏട്ടനോ നശിച്ചു, മറ്റുള്ളവരെ കൂടി വെറുതെ എന്തിനാ നശിപ്പിക്കുന്നത്? എടാ മണ്ട, ഈ നാട്ടിലെ സത്യസന്ധന്മാരാ കണ്ണീരും കടമൊക്കെ ആയിട്ട് നശിച്ചു പോകുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ സംരക്ഷിക്കാൻ ദത്തൻ സാർ ഉണ്ടാ. നോക്ക്, പെട്ടെന്ന് ഓൺ ചെയ്യും. ഇതാണ് ദത്തൻ സാർ. കണ്ടല്ലോ, ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും സകല അടവുകളും നയങ്ങളും പയറ്റി തെളിഞ്ഞ ആളാ ദത്തൻ സാർ. മംഗലാപുരത്ത് നിന്ന് ഈ നഗരത്തിലാ പടർന്ന് പന്തലിച്ചതും വേരൂന്നി. അങ്ങ് ഡൽഹി വരെ കോടികൾ എറിഞ്ഞ് നേടിയെടുത്തതാ ഈ വ്യവസായ നഗരത്തിലെ MLA സീറ്റ്. ആ ദത്ത സാറിന്റെ ഇടം കയ്യ ഈ ചെങ്കീരി സേതു. അദ്ദേഹത്തിന്റെ സംരക്ഷണമുള്ളപ്പോൾ നമ്മളെല്ലാവരും സുരക്ഷിതരാ. എവിടെയും എപ്പോഴും എങ്ങനെയും കക്കാം. ഞാൻ പോവാ. കുട്ടിക്കാലത്ത് നാട് വിട്ടുപോയ എന്റെ വലിയേട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. നിങ്ങൾ ഇത്രയും വലിയ സാമൂഹ്യ ദ്രോഹിയാണെന്നെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നീ വിചാരിക്കുന്നത്ര സാമൂഹ്യ ദ്രോഹികൾ അല്ലടാ കള്ളന്മാർ. ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ മോഷ്ടിക്കുന്ന കാശ് സമൂഹത്തിൽ തന്നെ കിടന്ന് ചുറ്റപ്പെടുകയാണ്. ഉദാഹരണത്തിന് നീ ഒന്ന് സങ്കല്പിക്കുക, എന്റെ ഗ്യാങ്ങിലുള്ള 2 പേർ ഒരു കൊള്ളപ്പലിശക്കാരന്റെ വീട്ടിലോട്ട് കയറിയിട്ട് ദേ ടിങ് ടോങ്. നിന്നെ മറക്കുന്ന പച്ചക്കണ്ണ. Like I'm halfway decent, show it ain't a lesson that I'm maybe been teaching. Probably all night to keep preaching, 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 preaching. വിഷുല് കണ്ടല്ലോ, വെറുതെ വീട്ടിൽ അട്ടിയിട്ട് വെച്ചിരുന്ന കാശ് ഞങ്ങൾ കാരണം എത്ര പേർക്കാ പ്രയോജനപ്പെട്ടത്? ഇനി പറ, ഞങ്ങൾ സാമൂഹ്യ ദ്രോഹികളാണോ സാമൂഹ്യ സേവകരാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വലിയേട്ടനാ ഞാൻ നോക്കില്ല, എന്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. അവിടെ നിൽക്കാൻ. നീയാ എനിക്ക് സ്റ്റേഷനിൽ ജാമ്യം നിന്നത്.
അതുകൊണ്ട് സ്റ്റേഷൻ പരിധി വിട്ടു പോകാൻ പാടില്ല. ജീവിതത്തിന്റെ പരിധിയിൽ നിന്ന് തന്നെ പുറത്തായി, പിന്നെയാണ് സ്റ്റേഷന്റെ പരിധി. ഓടാ അവിടുന്ന്. ചേട്ടാ, പോലെ. നോക്ക്, ഒന്നുകൂടി പ്രേരിപ്പിച്ച് നോക്ക്. നല്ല ഐശ്വര്യമുള്ള കള്ളനാ. പ്രേരിപ്പിക്ക്. ഓടാ അവിടുന്ന്. പണ്ട് കുട്ടിക്കാലത്ത് വീട്ടിൽ വെച്ചും ഇവനെ വേറൊരു കാര്യത്തിന് പ്രേരിപ്പിച്ചതാ. അന്നും വിരൽ വെച്ച് പൊക്കിളാത്തൊരു കുത്തിട്ട് 7 എന്ന് എനിക്ക് ബോധം വീണതിന് ശേഷം എനിക്കൊന്നും ഓർമ്മയില്ലാതായി. പോട്രാ ബുദ്ധിയില്ലാത്തവൻ. കൈവിട്. ധൈര്യമായിട്ടിരിക്കും, നമുക്ക് സംസാരിക്കാം. എനിക്ക് നിങ്ങളോടല്ല സംസാരിക്കാനുള്ളത്, MLA. അതിനല്ലേ രമേശ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ബാ, നമുക്ക് സംസാരിക്കാന്നേ. ഇവനെ മനസ്സിലായില്ലേ? രമേശൻ. ഓ, ഇവനാ രമേശൻ? ഇവന് സാറിനോടൊന്ന് സംസാരിക്കണം. ഇങ്ങോട്ട് വാ. ഓടാ. എന്തിനാണോ ഒരു പാവത്തിന് തല്ലി ചതയ്ക്കുന്നത്? സാറ് ഭൂമി കയ്യേറിയെന്ന് പറഞ്ഞ് പൗരസമിതി ഉണ്ടാക്കിയത് ഇവനാണ് സാർ. ഓ, അവനങ്ങ് കൊണ്ടുപോവാ. നടക്കട അങ്ങോട്ട്. വിട് പോട്ടെ, അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവിടെ നടന്നത് ഭൂമി കയ്യേറ്റമല്ല രമേശ. പിന്നെങ്ങനെ 200 ഏക്കറോളം വനഭൂമി നിങ്ങളുടെ കയ്യിലായത്? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. വന്നാ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. താനൊന്നും പറയണ്ടോ? പ്രകൃതി സംരക്ഷിക്കേണ്ട നിങ്ങളെ പോലുള്ള നിന്റെ ഒരു പ്രകൃതി. എടാ, ഈ ഭൂമി പ്രകൃതിയൊക്കെ നീ ജനിച്ചപ്പോ നിന്റെ കൂടെ ഉണ്ടാക്കിയതാണ്. കുറെ ഭൂമി ഞാൻ സംരക്ഷിക്കാൻ പോവാ. അവന്റെ അമ്മയുടെ ഒരു പ്രകൃതി. പൗരസമിതി എന്നും പറഞ്ഞ് ഇനി നിന്റെ നാവ് പൊന്തിയാൽ കത്തിച്ചു കളഞ്ഞാൽ അമ്മയും പെങ്ങന്മാരും ചേർത്ത് അറിയില്ല നിനക്കെന്നെ കൊണ്ടുപോയി കളണം. MLA മൂടോട്ടാണെങ്കിൽ ഡിസ്കഷൻ നാളത്തേക്ക് മാറ്റാം. എന്ത് മൂടോട്ട്? ഇതൊക്കെ നിത്യവിഷയങ്ങളല്ലേ. അപ്പോ ആ ഹോസ്പിറ്റൽ കോംപ്ലക്സിന്റെ സ്കെച്ച് കിട്ടിയിട്ടുണ്ട്. SP ആ, വരണം SP സാർ. എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്റെ SP സാറേ, ഞങ്ങളൊന്നും ഞാൻ പറയാം. CK ഗ്രൂപ്പിന്റെ പാലച്ചുവടിലെ ഷോപ്പിംഗ് മാളില്ലേ, ആ പണി തീർന്നു വരുന്ന ആ, ചിലപ്പോ അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നേക്കാം, ഒരു സ്ഫോടനം. അല്ല സാർ, അത് ഞങ്ങളുടെ മാളിന്റെ പണിയും പൂർത്തിയായി വരികയാണല്ലോ. CK ഗ്രൂപ്പിൻ്റെത് ഞങ്ങൾ വില പറഞ്ഞ് ചോദിച്ചതാ, പക്ഷെ അവന്മാർ തരുന്നില്ല. സിറ്റിയിൽ എന്തായാലും അടുത്തടുത്ത് 2 മാള് വേണ്ട. 1 മാസത്തെ അവധി കൊടുത്തിട്ടുണ്ട്. അതിനകം അനുകൂലമായൊരു മറുപടി കിട്ടിയില്ലെങ്കിൽ അതങ്ങ് സംഭവിക്കും. ഒന്ന് നോക്കിക്കൊള്ളണം. എന്നെ വിലക്കല്ലേ സാറേ. അതെന്താ അങ്ങനെ ഒരു പറച്ചില്? ഞങ്ങൾ കാരണം നിങ്ങൾക്ക് നേട്ടങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. അത് നേരാ. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് സർക്കിളിലെ CA ഒന്ന് മാറ്റണം. പാലച്ചോട് ഈസ്റ്റിലാണല്ലോ, അവൻ ആളിത്തിരി പെശക. പകരം ഭാര വേണം പറഞ്ഞോ? ഹോം മിനിസ്റ്ററോട് ഞാൻ പറയാം. അടുത്ത ആഴ്ച തന്നെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റ് നടക്കും. നമ്മുടെ പരിധിക്കൊക്കെ നിർത്താൻ പറ്റുന്നൊരു പാവത്താനുണ്ട്, സാജൻ ജോസഫ്. ഇപ്പോൾ ട്രാഫിക്കിലാ. ഒരു സ്വതന്ത്ര സ്റ്റേഷന്റെ ചാർജിന് വേണ്ടി കൊതിച്ചിരിക്കുക അയാള്. എന്താ മോനെ ഈ കാക്ക കുളിച്ചാ കൊക്കാവൂ? അല്ല, അപ്പച്ചനിവിടെ ക്രീം ഇടാന്ന് പറഞ്ഞപ്പോ അമ്മച്ചി ചോദിച്ചതാ. നിന്റെ അമ്മച്ചിക്ക് അസൂയടാ. അതൊന്നും എനിക്കറിയില്ല, അമ്മച്ചി വിളിക്കുന്നുണ്ട്. എന്തിനാടാ? മീൻ വെട്ടാൻ. അല്ല, മീൻ എന്തെങ്കിലും ഇറക്കി വെക്കാൻ. പറഞ്ഞോടാ. ഒരു കൊട്ട തുണി ഉണ്ടായിരുന്നു അലക്കാൻ, അതുകൊണ്ട് അടുക്കള സഹായത്തിനൊന്ന് വിളിച്ച. അതൊക്കെ പക്ഷെ കാക്ക കുളിച്ചാൽ എന്നുള്ള പ്രയോഗം. ഓ, അതൊരു തമാശ പറഞ്ഞല്ലേ സർക്കിളെ? എനിക്കറിയാം നിന്റെ മനസ്സിലൊരു വിഷമം. എന്തിന്? എനിക്കല്പം ഗ്ലാമർ കൂടിയോണ്ട് പെണ്ണുങ്ങൾ എന്നെ നോക്കുന്നതിൽ. ഏത് പെണ്ണ നോക്കിയെന്നാ? പിന്നെ ഒന്നും അറിയാത്ത പോലെ. എടി, ഇന്നലെ നമ്മൾ കാറിൽ പോയപ്പോ ഓപ്പോസിറ്റ് വരുന്ന കാറിലെ പെണ്ണെ നോക്കുന്ന കണ്ടില്ലേ? ആ, അത് ഞാൻ കണ്ടു. അത് ഏട്ടൻ റോങ് സൈഡ് കയറിയപ്പോ ആ കുട്ടി എന്ത് തെറിയും വിളിച്ചോണ്ട് പോയതാ. ഒന്ന് പോടി. ഒക്കെ നിന്റെ വിഷമം മാറ്റാനുള്ള ഓരോ ന്യായീകരണങ്ങളാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ എന്നെ സംശയിക്കരുത്. ഞാൻ ഒരിക്കലും പഴിച്ചു പോവില്ല. ഒരു പെണ്ണ് മൈൻഡ് ചെയ്യാത്തതിന്റെ വിഷമല്ലേ? ആനി, അല്ല, ഈ ട്രാഫിക്കിനെ പറ്റി നീ പറയരുത്. ആ, ലോക്കൽ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്ന പോലല്ല യന്ത്രങ്ങളുമായിട്ട് ഇടപാടാ ട്രാഫിക്കിൽ. ഹലോ, CA സാജൻ ജോസഫ്. SP ആടോ. സാർ, താനിപ്പോ എവിടെയാ? ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ് സാർ. അടുക്കള ഡ്യൂട്ടിയിലാ. അല്ല സാർ, ഞാനിവിടെ പറഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ തനിക്കൊരു മാറ്റം ഉണ്ടാവും. അല്ല സാർ, അതിന് എന്റെ ഭാഗത്ത് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല സാർ. ലോക്കലിലേക്കാടോ, ഈസ്റ്റ് CA ആയിട്ട്. അതേടോ.
പിന്നെ ആ MLA ദത്തൻ സാർ വിളിച്ചു പറഞ്ഞോണ്ടാ ഇത് കിട്ടിയത്. എന്ന് വെച്ചാ ദത്തൻ സാർ ചില കാര്യങ്ങൾ വിളിച്ചു പറയും, അതങ്ങ് ചെയ്തേക്കണം. ശരി സാർ, താങ്ക് യു. എന്താ ഏട്ടാ? എടി, എനിക്ക് സി ആയിട്ട് ലോക്കലിലേക്ക് അപ്പൊ ഏട്ടന്റെ ട്രാഫിക് ബ്ലോക്ക് മാറി? മാറിടി. നോക്കടാ. ഇതാ സാറേ കൂളിംഗ് ഗ്ലാസ്. താങ്ക് യു. ഹലോ. ആ, നല്ല കണിയാ. സർക്കിളിൽ നിന്ന് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. പറഞ്ഞു കൊടുക്ക്. നിന്റെ ഏട്ടന് ട്രാഫിക്കിന്ന് മാറ്റം വരാൻ പോന്നു, ഈസ്റ്റ് CI ആയിട്ട്. റിയലി? കള്ളന്മാരുടെ ബെസ്റ്റ് ടൈം. ഞാനൊന്നും പറയണില്ല. എന്താ ഇത്ര വലിയ ധൃതി? ഒരു പോലീസുകാരന്റെ ടെൻഷൻ വിഷമം ആർക്കും മനസ്സിലാവില്ല. ഇത് തന്നെ ഇന്നലെ കാലത്ത് കണ്ട കൃഷ്ണപുരത്തുകാരനും പറഞ്ഞത്. ഏത് കൃഷ്ണപുരത്തുകാരൻ? ഇന്നലെ ഒരു കക്ഷിയെ കിട്ടി ഞാൻ ചെയ്യുന്ന ഗ്രൗണ്ട് റിയാലിറ്റി ഷോയില്. സാധാരണ എല്ലാരും ക്യാമറ കണ്ട ഇടിച്ചു തള്ളി വരാനല്ലേ ഏട്ടാ നോക്കുക, ഇയാളിത് രക്ഷപ്പെടാൻ നോക്കുന്നു. ഞാൻ വിടുവോ? നീ എന്നല്ല, ഈ ചാനലുകാർ ആരും വിടില്ല. പ്രത്യേകിച്ച് എന്നെ പോലെ സൗന്ദര്യമുള്ളവര്. ഈ കഴിഞ്ഞ ആഴ്ച ചാനലിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഫോണിൽ വിളിയോട് വിളിയായിരുന്നു. ഒറ്റ അടിച്ചു വെച്ചോ. നീ പറ. എനിക്ക് അയാളുടെ ഫിലോസഫി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കെന്നല്ല, ഞങ്ങളുടെ ചാനൽ ഹെഡിനും. ആ ഏട്ടാ, അയാള് പറയാ സന്തോഷമുള്ള മനുഷ്യരെല്ലാം ഒരുപോലെയാണ്, എന്നാൽ ദുഃഖവും പ്രശ്നവും ഉള്ളവർ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വ്യത്യസ്തരാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു നൂൽപ്പാലമാണ് അത്ര. ഹലോ ഏഞ്ചൽ. ആരാത്? അതെന്റെ പുതിയ ലൈനാ. ഇവന് ലൈനോ? എടാ, ഇത് ഞാനാ പപ്പൻ. എന്താടാ? ആകെ പ്രശ്നമാടാ. നീ സ്ഥലത്തിലെന്നറിഞ്ഞ് സദാനന്ദ മുതലാളി എന്റെ അടുത്ത് വന്ന് ബഹളം വെച്ചു. കാശ് ഉടനെ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അമ്മയോടൊക്കെ പറഞ്ഞ് വലിയ ഇഷ്യൂ ആക്കുമെന്ന് അങ്ങനെ പറയുന്നു. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. നീ കാശിന് വേണ്ടിയാ പോയിരിക്കുന്നതെന്നും ഉടനെ എത്തുമെന്നൊക്കെ ഞാൻ അങ്ങയുടെ കാല് പിടിച്ചു പറഞ്ഞു. അതുകൊണ്ടൊന്നും മുതലാളി സമ്മതിക്കുന്നില്ല. അതിരിക്കട്ടെ, നീ വല്യേട്ടനെ കണ്ടോ? കണ്ടു, പക്ഷെ അത് നടക്കില്ലടാ. ഞാൻ തിരികെ പോരുക. നീ എന്താ ഈ പറയണേ? അപ്പൊ കാശ് കിട്ടില്ലെന്നാണോ? കിട്ടും. അയാൾക്കൊപ്പം കൂടിയാ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കിട്ടും. പക്ഷെ അതൊന്നും നേരായ വഴിക്കുള്ളതല്ലടാ. മനസാക്ഷിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് വയ്യ. എടാ, നാടോടുമ്പോ നടുവേ ഓടണം. മനസാക്ഷി സത്യവും നീതിയൊന്നും അല്ല. ഇപ്പൊ വലുത് 10 ലക്ഷം രൂപയാ. കാശില്ലെന്നറിഞ്ഞ മുതലാളി കേസ് കൊടുക്കും. നീ അറസ്റ്റിലാവും. കള്ളൻ എന്ന പേര് വീഴും. പിന്നെ നീ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ പെങ്ങളുടെ കല്യാണം വരെ മുടങ്ങും. അങ്ങനെ വന്ന അമ്മയുടെ അവസ്ഥ. അല്ല, വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. എന്ത് ചെയ്തിട്ടാണെങ്കിലും കാശും കൊണ്ട് വന്നേ പറ്റൂ. ഉണ്ട്, കൊടുക്കാം. ഹലോ ദത്തൻ സാറേ, ഇത് സേതുവാണേ. ഞാനൊരു 3 ലക്ഷം രാജയുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. ഈ മാസം എന്താണ് ഒരു കുറവ്? എന്റെ പൊന്ന് സാറേ, പണ്ടത്തെ പോലെ അല്ല ഇപ്പോ. പണ്ട് ഒരു 10 രൂപ കൊണ്ട് നമ്മൾ കടയിൽ പോയാൽ ഇഷ്ടം പോലെ വീട്ടു സാധനങ്ങൾ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അതെന്താ? ഇപ്പൊ എല്ലാ സ്ഥലത്തും ക്യാമറ വച്ചേക്കല്ലേ. അതിപ്പോ കടയിൽ മാത്രമല്ല, വീട്ടിലും അത് തന്നെ. സെക്യൂരിറ്റി, അലാറം, ക്യാമറ. കള്ളന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഈ പോലീസിൽ ചില സത്യസന്ധന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആ ഈസ്റ്റ് CI വല്ലാത്ത ശല്യമാ. ഒന്ന് നോട്ട് ചെയ്യണം. 2 ആഴ്ചക്കുള്ളിൽ പുതിയ CI വരും. സത്യം. എടാ, പുതിയൊരു CI വരുന്നുണ്ട്. എന്തു പറ്റി? CI വരുന്നു പറഞ്ഞിട്ട് ഓടാൻ പറഞ്ഞതല്ല, പുതിയൊരു CI ഇവിടെ ചാർജ് എടുക്കുന്നു. അത് നമ്മുടെ ആളാണോ? ചുണ്ടിക്കാത്തു.
വളർത്തുന്ന പൂന്തുങ്കളാണ് എന്റെ ഭാര്യ. ഏതൊരു ചെറ്റയുടെ പേഴ്സിൽ എന്റെ ഭാര്യയുടെ ഫോട്ടോ. വല്യേട്ടാ, ബസ് കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട് കേറിയില്ല. കാരണം തൽക്കാലം നാട്ടിലേക്ക് തിരിച്ചു പോണ്ടെന്ന് വെച്ചു. അതെന്താ? ഇനിയുള്ള കാലം വല്യേട്ടന്റെ കൂടെ ഇവിടെ തന്നെ. എടാ, തിരിച്ചറിവ് വൈകിയേ വരൂ എന്ന് പറയുന്നത് എത്ര ശരിയാ? അനുഗ്രഹം വാങ്ങിച്ചോ. ആശാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് കൂട്ടും പെട്ടെന്ന് വിളിക്കാം. അതെ, നിന്ന് പുകഴ്ത്താതെ പണിക്ക് പോടാ പന്നി. ഇന്ന് ചന്ത ദിവസമാണ്, മറക്കണ്ട. നീ പോകുന്നില്ല? ഞാൻ റോഡ് വേല വൈകുന്നേരത്തെ ഷിഫ്റ്റ്. വണ്ടിക്കൂലി മാത്രം എടുത്തോണ്ട് പോക്കോ. അപ്പോ നീ ഏട്ടന്റെ അടുത്ത് വന്ന് നന്നാവാൻ തീരുമാനിച്ചു അല്ലേ? അതെ. അല്ല, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ മനസ്സ് മാറാൻ എന്താ കാരണം? അത് പിന്നെ ഞാന് വിഷമിക്കണ്ട. ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഇവിടെ എല്ലാരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്. നമ്മളത് അടിച്ചു മാറ്റാൻ അവരുടെ പിറകെ ഓടുന്നു. അത് തൊഴിലിന്റെ ഭാഗമാണ്. അങ്ങനെ കരുതിയാ മതി. ശരിയാ വല്യേട്ടാ. എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. കള്ളന്മാർ പിടിച്ചു നിൽക്കണമെന്നല്ല പറയേണ്ടത്, പിടിച്ചു പറിക്കണം. അങ്ങനെ പറയൂ. പറിക്കാം. പിടിച്ച് പറിക്കാം വല്യേട്ടാ. ഓക്കെ. അപ്പോ ഐശ്വര്യമായിട്ട് ഇന്ന് തന്നെ പണിക്കിറങ്ങണം. അതിനു മുമ്പ് നിന്റെ പേരും നാളും പറഞ്ഞ് ഭൂലാൻ ദേവിക്ക് ഒരു അർച്ചനയും കായംകുളം കൊച്ചുണ്ണിക്ക് ഒരു പാൽപ്പായസ വഴിപാടും മറക്കണ്ട. പിന്നെ എന്റെ സഹകള്ളന്മാരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ പട്ടിമാത്തൻ. ഞാൻ MA തങ്കച്ചൻ, BA കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. പൂട്ടുപൊളിക്കളിയിൽ ഡിപ്ലോമ. കുഞ്ഞപ്പൻ, സുരപ്പൻ, ജോപ്പൻ. മതി മതി മതി. പിന്നെ ഇവൻ എന്റെ കുഞ്ഞമ്മയുടെ മോനായതുകൊണ്ട് പറയല്ല, ഇവൻ വളരെ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാ. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഇതൊരു വഴിത്തിരിവാണ്. എന്നാലും അമ്മയും കല്യാണിയും കുറിച്ചൊക്കെ ഓർക്കുമ്പോ മക്കളെ വളർത്തുമ്പോ മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. അതൊന്നും നമ്മുടെ തെറ്റല്ല. ഈ ജോപ്പനെ ഇവന്റെ അപ്പം കപ്പിയാരാക്കാൻ നോക്കിയതാ, പക്ഷെ കള്ളനായില്ലേ. അതുകൊണ്ട് എന്താ, ആ കുടുംബമേ രക്ഷപ്പെട്ടില്ലേ. മിസ് കോള് വന്നു. ട്രെയിനറാ. ട്രെയിനറോ? മോഷണകലയിലെ നമ്മുടെ എല്ലാം ട്രെയിനർ ഡോക്ടർ ബെഞ്ചമിൻ ഡി ഫ്രാങ്ക്ലിൻ. ഇതാണ് നിന്റെ ട്രെയിനർ. വല്യേട്ടാ, ഇയാളെ കണ്ടിട്ട് പട്ടിയുടെ ട്രെയിനറെ പോലെ ഉണ്ടല്ലോ. ഇതിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ കണ്ണുപൊട്ടും. തസ്കരദേവതേ കുറിക്കണേ. ഗുഡ് മോർണിംഗ് എവരിബഡി. വൈ, ഇത് ഇന്ന് ജോയിൻ ചെയ്ത കക്ഷിയാ, എന്റെ ഒരു ബന്ധുവാ. ഇവനെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ്. എന്താ പേര്? ജയശങ്കർ. ജയശങ്കർ. ജയിച്ചു കയറാൻ ശങ്കയില്ലാത്തവൻ ജയശങ്കർ. മുഖത്ത് കള്ള ലക്ഷണമില്ല, പക്ഷേ ഭാവങ്ങൾ മിന്നിമറിയുന്ന മുഖം. പല കള്ളത്തരങ്ങൾ ഈ മുഖത്ത് ഒളിപ്പിച്ചു വെക്കാൻ ഞാനിവനെ പഠിപ്പിക്കും. നിങ്ങൾക്കറിയാമോ, പണ്ട് ഫിലാഡൽഫിയയിൽ വെച്ച് കള്ളത്തരത്തിലെ വില്ലത്തരം എന്ന പ്രബന്ധം ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഇതുപോലൊരു കള്ളനെ കണ്ടുപിട്ടി. മിസ്സസ് സേതു, ഇയാൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഉസ്താദിന്റെ ഓരോ വാക്കുകളും നീ ശ്രദ്ധിച്ചു കേൾക്കണം. അതെ, ശ്രദ്ധ. അതാണ് ഒരു കള്ളന് വേണ്ട ആദ്യ ഗുണം. പിന്നെ ഗുരുത്വം. അതെനിക്കുണ്ട് സർ. എന്താ തന്റെ മുഖത്തൊരു പരിഭ്രമം? അല്ല, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ട്രെയിനിങ്. സാരമില്ല, വിദ്യാർത്ഥികളോട് മനഃശാസ്ത്രപരമായ രീതിയിൽ ഇടപഴകുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. പഠിക്കുന്ന ഒരു കുട്ടിയും തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല. കള്ളന്മാർ 3 തരമുണ്ട്. ജന്മനാ കള്ളന്മാരാവുന്നവർ, സാഹചര്യം കൊണ്ട് കള്ളന്മാരാവുന്നവർ, കള്ളത്തം അടിച്ചേൽപ്പിക്കപ്പെട്ടവർ. ജന്മനാ കള്ളൻ, അതായത് ഓർമ്മ വെച്ച നാൾ മുതൽ കള്ളം ചെയ്യുന്നവൻ. ഉദാഹരണത്തിന്, സ്കൂളിൽ വൈകിയെത്തിയ കുട്ടിയോട് എന്താടാ വൈകിയത്? കുട്ടി, അപ്പൂപ്പൻ ചത്തുപോയി, അമ്മാവൻ ആശുപത്രിയിലാണ്. ഈ ഞാൻ തന്നെ എന്റെ അപ്പൂപ്പൻ ഒരു 25 പ്രാവശ്യം കൊന്നിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ. സാഹചര്യങ്ങൾ കൊണ്ട് കള്ളന്മാരാവുന്നവരാണ് അധികവും. നിന്നെ പോലെ അവർക്കാണ് പരിശീലനം വേണ്ടത്. നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? ടെൻഷൻ അടിക്കാതെ. ഒരു കള്ളൻ എപ്പോഴും പ്രസന്നവധനായിരിക്കണം. ടിവിയിൽ കണ്ടിട്ടില്ലേ, തീഹാർ ജയിലിലേക്കുള്ള ചില VIP-കള് മുഖത്ത് എപ്പോഴും ഒടുക്കത്തെ ചിരിയായിരിക്കുള്ളൂ. ബസ്സിലൊക്കെ പോകുമ്പോൾ സഹയാത്രികരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കണം. അവനിരിക്കാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പറ്റുമെങ്കിൽ ടിക്കറ്റ് എടുത്തു കൊടുക്കണം. അവസാനം ഫ്രൂട്ടിയിൽ മയക്കുമരുന്ന് നേരത്ത് കാശടിച്ചു മാറ്റണം. ഞാൻ എടുക്കാം. അയ്യോ, എന്റെ പേഴ്സ് എവിടെ? ജെട്ടി. ജെട്ടിയാ? ബോട്ട് ജെട്ടി. ഇതെങ്ങനെ? ഒരു തരത്തിൽ പറഞ്ഞാൽ കള്ളൻ മുതുകാരനെ പോലെ നല്ലൊരു മാജിക്കാരനായിരിക്കണം. സാംബശിവനെ പോലെ നല്ല വാചാലനായിരിക്കണം. PT ഉഷയെ പോലെ ഓടാനും ചാടാനും അറിഞ്ഞിരിക്കണം. അയ്യോ, പോക്കറ്റ് അടിക്കുന്നു. വണ്ടി
വേണ്ട സാർ, സാർ വേണ്ട, നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട. നമുക്ക് പോലീസിനെ ഏൽപ്പിച്ചാൽ മതി. നമുക്ക് ഇത് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള സെറ്റപ്പ് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇതെന്റെ സ്വന്തം വണ്ടിയാ, MTC മൂവിംഗ് ട്രെയിനിങ് കോളേജ്. ഞങ്ങളവിടുത്തെ PG സ്റ്റുഡൻസാ. എന്നിട്ടൊരു പോക്കറ്റ് അടിക്കാൻ അറിയില്ലടാ നമുക്ക്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ, കൈ കണ്ണാകണം, കണ്ണ് മനസ്സാകണം. നോക്ക്, പോക്കറ്റ് അടിക്കും മുമ്പ് നിന്റെ തന്നെ ഒരു 50 രൂപ നോട്ട് ബസിന്റെ ഫ്ലോറിലേക്ക് ഇടണം. എന്നിട്ട് അയ്യോ എന്റെ കാശ് പോയോ എന്ന് പറയണം. അപ്പൊ ചിലരുടെയൊക്കെ ശ്രദ്ധ അവിടേക്കാവും. ആ സ്പോട്ടിൽ അടിച്ചു മാറ്റി നടക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. പേടി പുറത്തു നിൽക്കുമ്പോഴാ. മീൻ പിടുത്തക്കാരന് മീനിനെ പേടിക്കണോ, പെണ്ണുപിടുത്തക്കാരന് പെണ്ണിനെ പേടിക്കണോ? അകത്തിറങ്ങണം, അപ്പൊ പേടി മാറും. അപ്പൊ റൈറ്റ്, ഐശ്വര്യമായിട്ട് നമുക്ക് പരിശീലനം തുടങ്ങാം. വരൂ. ഓ, അനുഗ്രഹിക്കണം. ശ്രമിക്കാം. എന്തു പറ്റിയടോ? ഒരു പൂച്ച വട്ടം ചാടി. അയ്യോ, കുഴപ്പമില്ല. തള്ളമാരെ സംബന്ധിച്ചിടത്തോളം പൂച്ച വട്ടം ചാടുന്നത് ശുഭലക്ഷണ. അതെയോ? ആ ശുഭലക്ഷണേ എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ കേട്ടില്ലേ? അത് മതി, കിട്ടണോ? ചുരുങ്ങിയ ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. അല്ല, വലിയ കള്ളൻ. എല്ലാം വല്യേട്ടന്റെ അനുഗ്രഹം. ആദ്യം ഞാൻ കരുത് ഇയാള് നമ്മളോടൊപ്പം ഉറച്ചു നിൽക്കൂലെന്നാ. അല്ല, ഇത്രയൊക്കെ എക്സ്പെർട്ട് ആവാൻ പറ്റുന്ന ഞാനും കരുതിയില്ല. കട്ട് കുറ്റബോധം തോന്നുമ്പോ രാവിലെ പത്രം എടുത്തൊന്ന് നോക്കും. ഈ രാഷ്ട്രീയക്കാരുടെ കുംഭകോണൊക്കെ കാണുമ്പോ മനസ്സൊന്ന് തണുക്കും. അല്ല വല്യേട്ടാ, കുറെ കാലമായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ഇത്രയും വരുമാനമൊക്കെ ഉണ്ടായിട്ടും നിങ്ങളെ പോലത്തെ ആളുകൾ എന്താ ഇത്ര വൃത്തികെട്ട സ്ഥലത്ത് താമസിക്കുന്നത്? അതെ, 1.5 കോടി കൊടുത്തു വാങ്ങിയ ഒരു പുതിയ വീടായത്. ഇടിച്ചു പൊളിച്ച് കാശ് മുടക്കി ഈ സെറ്റപ്പിലാക്കി എടുത്തതാ നമ്മള്. ഇട പൂർവികന്മാരെ മറന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് ജോസ് പ്രകാശ്, TG രവി, KP ഉമ്മർ, അവരൊക്കെ ഇത്തരം കൂറ സെറ്റപ്പുകളിൽ നിന്നാ പലതും നേടിയിട്ടുള്ളത്. എന്തിന്? ചില ആക്ഷൻ സിനിമകളുടെ സീനുകളൊക്കെ നീ കണ്ടിട്ടുണ്ട്. പലരെയും ചോദ്യം ചെയ്യുന്നത് ഇമാരൊരു കൂറ ലൈറ്റിന്റെ അടിയിൽ കുനിച്ചു നിർത്തി ഇടിച്ചാ ചോദ്യം ചെയ്യുന്നത്. ഒരാവശ്യമല്ല. ഇപ്പൊ തന്നെ ഈ ലൈറ്റ് വർക്കിംഗ് കണ്ടീഷൻ അല്ല, പക്ഷെ ഇത് ഉണ്ടെങ്കിൽ കൊള്ള സംഘത്തിന് ഒരു ആത്മധൈര്യമാണ്. പഴയതിലോട്ട് പോയി ഇടയ്ക്കിടയ്ക്ക് വരും. നിന്റെ ഈ വെളുത്തു തുടുത്ത ശരീരത്തിനുള്ളിൽ നല്ലൊരു കറുത്ത കള്ളനുണ്ട്. പക്ഷെ ഒരു കള്ളന്റെ യഥാർത്ഥ കഴിവുകൾ പ്രകടമാകുന്നത് പോക്കറ്റ് അടിക്കുമ്പോഴോ ചെറ്റപൊക്കി മോഷ്ടിക്കുമ്പോഴോ അല്ല, വലിയ വലിയ സ്ഥാപനങ്ങളിൽ നമ്മൾ പോയി മോഷ്ടിക്കുമ്പോഴാണ്. മനസ്സിലായില്ല. ഇവിടെ എടപ്പള്ളിയിലെ സദേൺ ജുവലറിയിൽ ഡയമണ്ട്സിന്റെ പുതിയ പുതിയ കളക്ഷനുകൾ വന്നിട്ടുണ്ട്. അവിടെ കക്കാൻ കയറി നിന്റെ കഴിവ് ഒന്നുകൂടി നീ തെളിയിക്കണം. പക്ഷേ സദേൺ ജ്വല്ലറി കയറി മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. ഭയങ്കര സെക്യൂരിറ്റിയാണ്. 10-12 ക്യാമറ ഇരിപ്പുണ്ട് അവിടെ. ഒരു ഈച്ച കയറി അപ്പറിയൂ. ഈ ക്യാമറ കണ്ടുപിടിച്ചവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ കരണക്കുട്ടി അടിച്ച് പൊളിച്ചനെ. ഇപ്പൊ അതിന് സമയമില്ല. എങ്ങനെ ജ്വല്ലറി കയറാം അതാലോചിക്ക്. അതെ, നീ ഇലക്ട്രോണിക്സിൽ എക്സ്പെർട്ട് അല്ലേ? പിന്നെ എങ്ങനെയെങ്കിലും അവിടുത്തെ കമ്പ്യൂട്ടറിൽ വൈറസ് ഒന്ന് കയറ്റി തരാൻ പറ്റും? വൈറസ് കയറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിലും അസൈൻമെന്റ് ഞാനും ഏറ്റു. അപ്പൊ നാളത്തെ രാത്രി നമ്മുടെ രാത്രി. ഇത് ഒറിജിനൽ ബെൽജിയൻ ഡയമണ്ടാ. 1.5 വരും. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് അല്ല, കുറച്ചൊരു സ്ലീക്ക് ആയിട്ട് അത് മതി. സാറിന്റെ വൈഫിനാണോ? ഇത്രയും വിലയുള്ളതോ? ബുദ്ധിയുള്ള ഭർത്താക്കന്മാര് സാധാരണ മാലയും വളയൊക്കെ വൈഫിന്റെ ഇങ്ങോട്ടല്ലേ മേടിക്കാറ്. പണയം വെക്കാൻ ഇതേ ഗേൾഫ്രണ്ടിനാ. ഹലോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ അന്ന് ആ ചാനൽ ഇന്റർവ്യൂ. അന്ന് തന്ന ആ അരിയും ഗിഫ്റ്റൊക്കെ ഇപ്പോഴും കയ്യിലുണ്ട്. അന്ന് പറഞ്ഞു ജീവിതം നൂൽപാലാണെന്നൊക്കെ. ജീവിത പ്രശ്നങ്ങളൊക്കെ മാറിയോ? ആ, മാറി വരുന്നു. എന്തായാലും അന്നത്തെ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, ആക്ച്വലി എന്ത് ചെയ്യാ? ഞാൻ ചില മോശം പിന്നെ സ്കൂൾ മാഷ അവൻ ട്രൈ ചെയ്യാ. ഏട്ടാ, ഞാൻ എന്റെ ബ്രദറിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു മിനിറ്റ് പോരുന്നേ. ഏട്ടാ, ആള് മനസ്സിലായില്ലേ? ഞാൻ അന്നൊരു കക്ഷിയുടെ കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ടോൾസ്റ്റോയുടെ കൊട്ടേഷൻ ഒക്കെ പറഞ്ഞ്. ഓർമ്മയില്ല, ഒരുപാട് പേരെ കാണുന്നല്ലേ. പക്ഷെ എനിക്കറിയാം, സർക്കിൾ ഇൻസ്പെക്ടർ സാജൻ ജോസഫ് സർ മുമ്പ് ട്രാഫിക്കിലായിരുന്നു. സൈബറിലും കുറച്ചുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈസ്റ്റ് സർക്കിളിലെ CI. നാട്ടുകാർക്കൊക്കെ സാറിനെ കുറിച്ച് സംസാരിക്കാൻ 100 നാവാ. നാട്ടുകാരെ കൊണ്ട് തോറ്റു. ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കരുത്. വിചാരിക്കില്ല. സാറിന് നസീറിന്റെ അതേ കട്ട. ആരെ? പഴയ സിനിമാ നടൻ പ്രേം നസീർ. പലരും പറയാറുണ്ട്.
പ്രേം നസീർ നസീർ എന്നാ പിന്നെ സാറിന്റെ പർച്ചേസ് നടക്കട്ടെ, ഞാനങ്ങോട്ട്. പ്രേം നസീർ. മേ കമിൻ സാർ? യെസ്. ഐ ആം റാം കിഷൻ. ഞാനൊരു ഡയമണ്ട് ഡിസൈനറാണ്. ശ്രീലങ്കയിലായിരുന്നു 8 വർഷം. ശ്രീലങ്ക ബേസ് ചെയ്ത് 4 രാജ്യങ്ങൾക്ക് ഞാൻ ഡയമണ്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഞാൻ കേരളത്തിലെത്തിയുള്ളൂ. ബൈ ദ ബൈ, എന്റെ ഡയമണ്ട്സിന്റെ കുറച്ച് ഡിസൈൻസ് കാണിച്ചു തരാം. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് സ്വന്തം ഡിസൈനേഴ്സ് ഉണ്ട്. ഒന്ന് നോക്കണം സാർ. കാണുന്നതിന് ഫീസൊന്നും തരണ്ട, സിസ്റ്റത്തിലിട്ടൊന്ന് കണ്ടു നോക്കണം. ഒരുപാട് ജോലി തിരക്കുള്ള. അറിയാം സാർ, 5 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വിളിച്ചാൽ മതി. താങ്ക് യു. സോറി സാർ, എന്താ സാർ സംഭവിച്ചത്? അറിയില്ല, എന്തുപറ്റി? എന്താണെന്നറിയില്ല സാർ, സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഹാങ് ആയി. അതാ അലാം അടിക്കുന്നത്. എന്തെങ്കിലും മിസ്സിംഗ്? ഡീറ്റെയിൽ ചെക്കിംഗ് കഴിഞ്ഞാലേ അറിയാനോ. സർ ഡയമണ്ട് സെക്ഷനിൽ നിന്ന് ഒരു റിംഗ് മോഷണം പോയി. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു മോഷണം? അതെ, സാറുള്ളപ്പോഴാണ്. ചാനലിൽ വിളിച്ചറിയിച്ചാലോ? പ്ലീസ്, അതൊന്നും വേണ്ട. അതൊക്കെ ഞങ്ങളുടെ ക്രെഡിബിലിറ്റിക്ക് ഡാമേജ് വരുത്തും. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം, സാറിന്റെ പെർമിഷനോട് കൂടി. അത് എന്റെയും കൂടെ ആവശ്യമാണ്. ഡയമണ്ട്സ് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സാജൻ ജോസഫ് കണ്ടെത്തിയിരിക്കും. ഡോർ ലോക്ക് ചെയ്തോ. ഓക്കെ സർ. ഏയ്, എല്ലാവരും ലൈൻ അപ്പ് പ്ലീസ്. വേണ്ട വേണ്ട, ഇയാൾ എന്റെ ഫ്രണ്ടാ. സാറിന് വിശ്വാസമാണെങ്കിൽ ചെക്ക് ചെയ്യണ്ട. അല്ലല്ല, പ്ലീസ് 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 സാർ, അത് അവരുടെ ഡ്യൂട്ടിയാ. പ്ലീസ് ബാഗിൽ. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ സാർ? തീർച്ചയായിട്ടും കാണണം. അതെ, കാണണം. ഓ ബൈ. എന്നാ പിന്നെ ഞങ്ങളെ ചെക്ക് ചെയ്തോളൂ. വേണ്ട വേണ്ട, സാറിനെ ഞാൻ അറിഞ്ഞൂടെ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. പൊക്കോളൂ സാർ, പ്ലീസ്. ഓക്കെ, താങ്ക് യു. എന്നാലും ഇത്ര ആളുകളുള്ളപ്പോ മോഷണം നടക്കാന്ന് ചോദിച്ചാ? ഏയ്, ഡയമണ്ട് അവരുടെ സേഫിൽ തന്നെ ഉണ്ടാവും. അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ മോഷ്ടിക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവോ? അപ്പച്ചനോട് ഇരിക്കുമ്പോഴായിരിക്കും ഒരു കെട്ടുണ്ടാവുക. നമസ്കാരം സാർ. താനിതുവരെ പോയില്ലേ? പോണെന്ന് കുറെ നേരമായിട്ട് ആഗ്രഹിക്കുന്നു സാർ. ഒരു മിനിറ്റ്. എന്നെ ഇത്രയധികം സഹായിച്ച സാറിനോടൊരു നന്ദി പറയാതെ പോയി. ഇത്രയ്ക്ക് ആവശ്യമില്ല. ഉണ്ട് സാർ. സാറിനെ പോലത്തെ ഓഫീസർ എന്റെ ഫ്രണ്ടാണെന്ന് പറയുന്നതിൽ എനിക്ക് എന്നും അഭിമാനമാണ് സാർ. മാത്രമല്ല, സാറ് പോലീസ് സേനയ്ക്ക് തന്നെ ഒരു അന്തസ്സാ. താങ്ക് യു. സുന്ദരനാ. എന്താണെന്നറിയില്ല, എന്നെ പറ്റി എത്ര പൊഴുത്തി പറഞ്ഞു കേട്ടാലും എനിക്ക് മതിയാവില്ല. അതിന്റെ ഒരു വീക്ക്നെസ്സാ. സത്യത്തിൽ ഇപ്പൊ വീക്കായി പോകുന്ന ഞാനാ ഈ സ്നേഹത്തിന്റെ മുമ്പിൽ. ഇഷ്ടമുള്ളവർക്ക് ഞാൻ സ്നേഹം വാരിക്കൂരി കൊടുക്കും. പക്ഷെ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാറുള്ളൂ. മതി. വിത്ത് യുവർ പെർമിഷൻ ഞാനൊന്ന് വാരിപ്പുണർന്നോട്ടെ പ്ലീസ്. പോയിട്ട് വരാം. താങ്ക് യു. എന്ത് നല്ല മനുഷ്യൻ. എന്നാ നമുക്ക് വർഷയ്ക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? ഈ വർഷം കഴിയട്ടെ. കേറ്. നടക്കടാ. എന്താ എന്താ? ആരാ? എന്താ? കേബിളിന്റെ ആളാ. താനോ? എന്തി? അല്ല, പല സ്ഥലത്ത് കേബിൾ മരം വീണ് കട്ടായി കിടക്കുക. മാഡം വിളിച്ചു പറഞ്ഞിട്ട് വന്നതാ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ പോയേക്കാം. വേണ്ട വേണ്ട വേണ്ട, ചെല്ല് പെട്ടെന്ന് ചെല്ല്. വായും വെള്ളം ഇല്ലാതെ മാഡം ജീവിക്കും, TV ഇല്ലാതെ പറ്റത്തില്ലേ? ആരാ? ഞങ്ങൾ ഈ കേബിൾ ടിവിയുടെ ആൾക്കാരാ. അയ്യോ,
ഞാൻ ഇപ്പൊ വിളിച്ച് പറഞ്ഞാലേ ഉള്ളൂ. ആണോ? അത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഇത് അങ്ങനെയാ. കസ്റ്റമർ മനസ്സിൽ കാണുമ്പോഴത്തേക്ക് ഞങ്ങളത് മാനത്ത് കാണും. ഓ വരൂ. ദത്തൻ സാറിന്റെ മോളാ? അല്ല. ഓ സോറി 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 സോറി, ഞാൻ വിചാരിച്ചു +2 പഠിക്കുന്ന സാറിന്റെ മോളായിരിക്കും. ഐ ആം റിയലി സോറി. ആ കേബിൾ ശരിയായെന്ന് നോക്കാമോ? നിങ്ങളുടെ ആള് വന്നിട്ടുണ്ട്, നന്നായിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ആളോ? അതിന് കേബിളിലല്ല പോസ്റ്റിലായിരുന്നു കംപ്ലൈന്റ്. അത് നന്നാക്കിയിട്ടുണ്ട്, അത് പറയാൻ വന്നതാ. MLA ഇങ്ങനെ ആലോചിക്കാതെ ആ സേതുരാമനും ടീമിനെയൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്കേ. ഒക്കെ ചോദിച്ചോ. സിറ്റിലെ എല്ലാ ടീമിനെയും വിളിച്ചു ചോദിച്ചു. അവരെ വളർത്തിയ എന്റെ വീട്ടിൽ തന്നെ അവരങ്ങനെ കേറില്ല. മനഃപൂർവ്വമായിട്ട് ഇനി ആരെങ്കിലും ഏയ്, ഇതിപ്പോ ആരോ ഒരുത്തൻ വീട് തെറ്റി കയറിയതായിരിക്കും. അല്ല, ആ പെൻഡ്രൈവിലും ലാപ്ടോപ്പിലും ഒക്കെ എന്തായിരുന്നു? അതൊന്നും ഇപ്പൊ താൻ അറിയണ്ട. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് VIPസിന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കരുതെന്ന്. എടാ അവര് കേസിന് പോകില്ലേ? എവിടെ കയറി കക്കോന്ന് പറയ്. എടാ അന്നത്തെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്ത പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കണം. അവരാവുമ്പോ കേസിനും വക്കാണത്തിനൊന്നും പോകില്ല. എന്ത് പറയുന്നു നിന്റെ അഭിപ്രായം? അല്ല, എന്റെ ഒരു അഭിപ്രായം ദത്തൻ സാർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലേ? അതെ. കേട്ട് പഠിക്കടാ. ബാക്കി പറ. അല്ല, അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മളൊക്കെ അകത്താ. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാട് അതെന്നും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ സാർ വിളിപ്പിച്ച? കഥ പറഞ്ഞ് കളിക്കാൻ എന്താ കൂടുന്നോ? സോറി സാർ, ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. അല്ല, MLA പറഞ്ഞാൽ. ചുമ്മാതല്ല തനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ മണ്ടൻ എന്നുള്ള പേര് വീണത്. തന്നെ വീട്ടുകാരെങ്ങനെ സഹിക്കുന്നടോ? വീട്ടിലെല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാണ് സാർ, എന്റെ മോനടക്കം. നിർത്തോ. എടോ, എന്റെ വീട്ടിൽ മോഷണം നടന്നിരിക്കുകയാണ്. പണം പോയത് പോട്ടെ, പ്രധാനപ്പെട്ട പല ഡോക്യുമെന്റ്സും കാണാതായി പോയി. ഒരു കംപ്ലൈന്റ് എഴുതി തന്നെ സാർ. എടോ, കംപ്ലൈന്റ് തരാൻ ഭാഗത്തുള്ള രേഖകളും കാശൊന്നും അല്ലാതെ. അഴിമതിയാണോ? എടോ, MLAക്ക് തൽക്കാലം റിട്ടേൺ കംപ്ലൈന്റ് എഴുതി തരാൻ പറ്റാത്ത സാഹചര്യമാണ്. താനിപ്പോ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ മോഷണത്തിന് എത്രയും പെട്ടെന്ന് തുമ്പുണ്ടാക്കണം. പിന്നെ മീഡിയയിൽ നിന്ന് ന്യൂസ് ലീക്ക് ചെയ്യരുത്. എന്റെ ചില ബന്ധുക്കളുടെ വീട്ടിലും കയറിയിരിക്കുകയാണ്. ഇതൊന്നും സ്ഥിരം ഗ്യാങ് ചെയ്തതല്ല. ഇതിന്റെ പുറകിലുള്ളവരെ താൻ പൊക്കണം. നോക്ക്, ഈ SP കൂടി പറഞ്ഞിട്ടാണ് തന്നെ ട്രാഫിക് എപ്പോഴും പറയണ്ട സാർ. SP പറഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് മാറ്റിയത് മാത്രം പോരെ. എനിക്ക് വേണ്ടിയാണ് തന്നെ സർക്കിളാക്കി ഇങ്ങോട്ടേക്ക് മാറ്റിയത്. അത് ഓർമ്മ വേണം. ഓർമ്മയുണ്ട് സാർ. സാറിന് കംപ്ലൈന്റ് എഴുതി തരാൻ പറ്റാത്ത വസ്തുക്കൾ മോഷ്ടിച്ച കള്ളനെ തീർച്ചയായിട്ടും പിടിക്കും സാർ.